Last week we started a new series. കഴിഞ്ഞ ആഴ്ച നാം ഒരു പുതിയ പ്രസംഗ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചു. And the title of my message is As I was with Moses, I will be with you, Joshua. എൻ്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും യോശുവയെ. And this is taken from the word of God. ഇത് എടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനത്തിൽ From നിന്നാണ്. the book of Joshua chapter 1 verse 5. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. There we read like this. അവിടെ നാം ഇങ്ങനെയാണ് As വായിക്കുന്നത്. I was with Moses, ഞാൻ മോശയോട് കൂടി I ഇരുന്നതുപോലെ will be with you, Joshua. യോശുവയെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. Last Sunday we learned how God was with Moses. കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചു കഴിഞ്ഞത് എങ്ങനെ മോശയോട് കൂടെ ദൈവം ഇരുന്നു എന്നായിരുന്നു. We learned about 10 things from his life. മോശയുടെ ജീവിതത്തെ അധികരിച്ചുകൊണ്ട് 10 കാര്യങ്ങൾ നാം പഠിച്ചു We കഴിഞ്ഞു. learned that God was with Moses when he was conceived. നാം പഠിച്ചു കഴിഞ്ഞത് മോശ തന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ദൈവത്തിന്റെ കരം മോശയോട് കൂടെ And we ഇരുന്നു. learned that God was with him when he was placed in the river. നദിയിൽ താൻ അകപ്പെട്ട സന്ദർഭത്തിലും ദൈവത്തിന്റെ കരം മോശയോട് കൂടെ ഇരുന്നിരുന്നു. And thirdly we learned that God was with Moses when he was in Pharaoh's place. മൂന്നാമതായി നാം പഠിച്ചു കഴിഞ്ഞത് ബാലനായി ശിശുവായിരുന്ന മോശെ കൊട്ടാരത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ കരം എങ്ങനെയായിരുന്നു എന്നാണ്. Number 4 we learned that God was with Moses when he fled to Midian. മിദ്യാനിലേക്ക് പലായനം ചെയ്തപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത എങ്ങനെയായിരുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. And fifthly we learned that God was with Moses when he was in the wilderness. മരുഭൂമിയിലായിരുന്നപ്പോൾ മോശയോട് കൂടെ എങ്ങനെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. And then we learned that God was with Moses when he stood before Pharaoh. He set his people free. തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്ന മോശയോടുകൂടെ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. And seventhly we learned that God was with Moses when everyone murmured against Moses. എല്ലാവരും മോശയ്ക്കെതിരായി പിറുപിറുത്തപ്പോൾ എങ്ങനെ ദൈവസാന്നിധ്യം മോശയോടുകൂടി ഇരുന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. Then we learned that God was with Moses when everyone abandoned him. അതിനുശേഷം നാം പഠിച്ചു കഴിഞ്ഞത് എല്ലാവരാലും പരിത്യക്തമാക്കപ്പെട്ടപ്പോൾ എല്ലാവരാലും തള്ളപ്പെട്ടപ്പോൾ ദൈവസാന്നിധ്യം എങ്ങനെ മോശയോടുകൂടി ഇരുന്നു. And ninthly we learned that God was with Moses even when his own sister was against him. തന്റെ സ്വന്തം സഹോദരങ്ങൾ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ എങ്ങനെ ദൈവസാന്നിധ്യം മോശയോടുകൂടി ഇരുന്നു എന്നും നാം പഠിച്ചു കഴിഞ്ഞു. And finally we learned that how God was with Moses when the leaders of the Israelites rebelled against Moses. ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാർ മോശയോട് മത്സരിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവം മോശയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. God was with Moses in his ups and downs. മോശയുടെ ജീവിതത്തിന്റെ കയറ്റങ്ങളിലും ഇറക്കങ്ങളിലും ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. Always with Moses. എല്ലായ്പ്പോഴും മോശയോടുകൂടെ ദൈവം ഇരുന്നു. When people applauded him, God was with him. When people rejected him, Moses was with him. ദൈവം ജനങ്ങൾ മോശയെ അഭിനന്ദിച്ചപ്പോൾ ദൈവം മോശയോടുകൂടെ ഇരുന്നിരുന്നു. ദൈവം ജനങ്ങൾ മോശയെ അവമതിച്ചപ്പോൾ ദൈവം മോശയോടുകൂടെ ഇരുന്നിരുന്നു. God was with him in his high time and low time. മോശയുടെ ജീവിതത്തിന്റെ ഉയർന്ന സന്ദർഭങ്ങളിലും താഴ്ന്ന സന്ദർഭങ്ങളിലും ദൈവം മോശയോടുകൂടെ ഇരുന്നു. God was with Moses when he was on the top of the hill and when he was in the valleys. മോശ കുന്നിന്റെ നെറുകയിലായിരുന്നപ്പോഴും ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ഇങ്ങ് താഴെ താഴ്വരയിലായിരുന്നപ്പോഴും ദൈവസാന്നിധ്യം വിട്ടുമാറാതിരുന്നു. God who will be always with us. ദൈവസാന്നിധ്യം എല്ലായ്പ്പോഴും മോശയോടുകൂടെ ഇരുന്നു. So this morning I would like to continue the same thought with you. അതേ ചിന്ത തന്നെ നിങ്ങളോട് ഇന്ന് പകൽക്കാലവും പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Let's ask Moses now. നമുക്ക് മോശയോട് ചോദിക്കാം, Moses, can you explain a little bit more about God's presence being with you? നിന്നോട് കൂടെ ഇരുന്ന ദൈവസാന്നിധ്യത്തെ കുറെ കൂടി ആഴത്തിൽ നിനക്ക് ഞങ്ങൾക്ക് വിവരിച്ചു തരാമോ? Unless and until we know that, we cannot fully understand the meaning of that scripture. ആ ഒരു പരമാർത്ഥം അതിന്റെ ഉള്ളളവിൽ നാം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇവിടെ പ്രതിപാദിക്കുന്ന തിരുവെഴുത്തിന്റെ ഉള്ളളവിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. When God said to Joshua that I will be with you as I was with Moses, Joshua had a clear understanding how God was with his spiritual mentor Moses. തന്റെ ആത്മീക ഗുരുവായിരുന്ന മോശയോടുകൂടെ ഞാൻ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും അല്ലയോ യോശുവയെ ഞാൻ ഇരിക്കുമെന്ന് ദൈവം യോശുവയോട് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ യോശുവയ്ക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല. So instead of asking Joshua what you have learned from Moses, let us ask Moses, what do you have tell to us about God's presence being with you all these years? ദൈവസാന്നിധ്യം മോശയോടുകൂടെ എങ്ങനെ ഇരുന്നു എന്ന് നമുക്ക് യോശുവയോട് ചോദിക്കുന്നതിന് പകരമായി നമുക്ക് ചരിത്ര പുരുഷനായ മോശയോട് തന്നെ ചോദിക്കാം, അല്ലയോ മോശയെ നിന്റെ ജീവിതത്തിന്റെ നാൾ വഴികളിൽ ദൈവസാന്നിധ്യം നിന്നോട് എങ്ങനെ ഇരുന്നു? If I can call Moses and bring Moses over here, he will share like this. മോശയെ നാം ഇവിടേക്ക് വിളിക്കുകയാണെങ്കിൽ തന്റെ സാക്ഷ്യം അവൻ ഇങ്ങനെയായിരിക്കും പറയുക. Moses will say like this. മോശ ഇങ്ങനെയായിരിക്കും പറയുക, if God is with you,
ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ you will have favor even from your enemies. നിന്റെ ശത്രുവിന്റെ കണ്ണിൽ പോലും ദൈവം നിനക്ക് പ്രസാദം വരുത്തി തീർക്കും. Blessed be the name of Jesus. ദൈവനാമം This is വാഴ്ത്തപ്പെടുമാറാകട്ടെ. what Moses has to say from the early days of his life. തന്റെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ ദൈവ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ മോശയ്ക്ക് പറയുവാനുള്ള സാക്ഷ്യം അതാണ്. You know, Moses will say like this. മോശ ഇങ്ങനെയായിരിക്കും പറയുക, if God is with you, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ you will have favor even from your enemies. നിന്റെ ശത്രുവിന് പോലും നീ ചങ്ങാതിയായി തീരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കും. നിന്നോട് പ്രീതി കാണിക്കും, നിന്നോട് കരുണ കാണിക്കും. You know, your enemy will show favor to you. നിന്റെ ശത്രു പോലും നിന്നോട് കരുണ കാണിക്കും. If you turn with me to the book of Exodus, പുറപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ എന്നോട് കൂടെ തിരിഞ്ഞാട്ടെ. chapter 2 verse 6, രണ്ടാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. there you see the enemy showing favor and sympathy and mercy to Moses. അവിടെ നാം കാണുന്നത് ശത്രുവായവൻ മോശയോട് കരുണയും പ്രീതിയും കാണിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. You know, the Pharaoh's daughter has come to the river and saw this Israelite child in a papyrus basket. ഒരു ഞാങ്ങണപ്പെട്ടിയിൽ കിടക്കുന്ന ഈ ഇസ്രായേൽ പൈതലിനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി തന്റെ ശത്രുവായ ഫറവോന്റെ മകൾ നടന്നു വരുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ വായിച്ചെടുക്കാം. You see that Pharaoh's daughter is coming to that river. ഫറവോന്റെ മകൾ കുളിക്കുവാൻ വരുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. And then she saw a Hebrew child being put in a papyrus basket. ഫറവോന്റെ മകൾ കുളിക്കുവാനായി നദിക്കരയിൽ വന്നപ്പോൾ ഞാങ്ങണപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഒരു എബ്രായ ബാലനെ കാണുവാൻ ഇടവന്നു. She knew that this is a child of an Israelite. ആദ്യ പ്രഥമ ദർശനത്തിൽ തന്നെ ഫറവോന്റെ പുത്രി ഒരു കാര്യം തിരിച്ചു കഴിഞ്ഞു, ഈ പൈതൽ ഒരു എബ്രായ പൈതലാണ്. The enemy's child. തന്റെ ശത്രുവിന്റെ പൈതലാണ്. The slave's child. അടിമയുടെ ഒരു പൈതലാണത്. But because God's favor was upon Moses, പക്ഷേ ദൈവത്തിന്റെ പ്രീതി മോശയുടെ മേൽ കടന്നു വന്നപ്പോൾ, because God's presence was with Moses, മോശയോടുകൂടെ ദൈവ സാന്നിധ്യം ഇരുന്നപ്പോൾ, the enemy shows sympathy and mercy to Moses. ദൈവ സാന്നിധ്യം മോശയോടുകൂടി ഇരുന്നപ്പോൾ ശത്രുവിന്റെ കണ്ണിൽ മോശയ്ക്ക് പ്രീതി ലഭിക്കുവാൻ ഇടവന്നു. So the first thing I want to teach you this morning, ഇന്ന് പകൽക്കാലം ആദ്യമായി നിങ്ങളെ പഠിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, if God is with you, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ, if God's presence goes before you, നിങ്ങൾക്ക് മുൻപായി ദൈവ സാന്നിധ്യം കടന്നു പോകുന്നുവെങ്കിൽ, if God's presence is in you, ദൈവ സാന്നിധ്യം നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, you will have favor before your enemies. നിങ്ങളുടെ ശത്രുവിന്റെ മുമ്പിൽ പോലും ദൈവം നിങ്ങൾക്ക് കരുണയെ കൊണ്ടുവരും. Jacob is another best example of this. ഇതിനെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് യാക്കോബാണ്. You know, one day he wanted to go and meet his brother Esau. തന്റെ സഹോദരനായ ഏശാവിനെ സന്ധിക്കുവാനായി ഒരു നാൾ യാക്കോബ് കടന്നുപോയി. Jacob and Esau are enemies now. യാക്കോബും ഏശാവും ഇപ്പോൾ ബദ്ധശത്രുക്കളാണ്. Esau wanted to kill his brother Jacob. തന്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുവാനായി തക്കം പാർത്തിരിക്കുകയാണ് ഏശാവ്. And after many years, വളരെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം Jacob wanted to go and meet his brother Esau. തന്റെ സഹോദരനായ ഏശാവിനെ കണ്ടുമുട്ടുവാനായി യാക്കോബ് കടന്നു ചെല്ലുകയാണ്. Jacob was really terrified and he was afraid to meet his brother. തന്റെ സഹോദരനായ ഏശാവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥത്തിൽ ഭയാനകമായ അവസ്ഥയിലാണ് യാക്കോബ്. But when God's presence came upon Jacob, പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം യാക്കോബിന്മേൽ ഇറങ്ങി വന്നപ്പോൾ, when Jacob enjoyed the presence of God at that river, at that place, ആ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ യാക്കോബ് അനുഭവിച്ചപ്പോൾ, when God's presence went before Jacob, യാക്കോബിന് മുമ്പായി ദൈവ സാന്നിധ്യം നടന്നു നീങ്ങിയപ്പോൾ, his own brother who wanted to kill him years ago, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊല്ലുവാനായി തക്കം പാർത്തിരുന്ന തന്റെ സ്വന്തം സഹോദരന്റെ കണ്ണിൽ, is coming and greeting him and hugging him. കടന്നു വന്ന് തന്റെ സഹോദരനെ താൻ കൊല്ലുവാനായി ആരെ നോക്കിയിരുന്നുവോ ആ സഹോദരനെ ആലിംഗനം ചെയ്യുകയാണ് ഉണ്ടായത്. And accepting him very gladly. വളരെ സന്തോഷപൂർവമായ വിധത്തിൽ തന്റെ സഹോദരനെ സ്വീകരിക്കുകയാണ് That's ചെയ്തത്. what the Bible says. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, if God is pleased in your ways, നിന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, he will make your enemies as your friends. അവൻ നിന്റെ ശത്രുവിനെ പോലും നിന്നോട് ഇണക്കി തരും. They will show favor to you. അവർക്ക് നിന്നോട് കരുണ തോന്നിക്കും. They will show mercy to you. അവർ നിന്നോട് കരുണ കാണിക്കും. Why? എന്തുകൊണ്ട്? God's presence is with you. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കുന്നു. God is with you. ദൈവം നിന്നോട് കൂടെ So ഇരിക്കുന്നു. when God said this to Joshua, that as I was with Moses, that I will be with you, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് ദൈവം യോശുവയോട് പറഞ്ഞപ്പോൾ, Joshua immediately remembered how the favor of God or the presence of God helped
helped Moses to get favor before men. ഈ വാഗ്ദത്തം ദൈവത്തിൽ നിന്നും യോശുവ കേട്ടപ്പോൾ യോശുവയുടെ മനോമുകുരത്തിൽ ആദ്യം തെളിഞ്ഞു വന്ന ചിന്ത ശത്രുവിന്റെ കണ്ണിൽ തന്റെ ഗുരുവായ മോശയ്ക്ക് എങ്ങനെ പ്രീതി ലഭിച്ചു So എന്നുള്ളതായിരുന്നു. dear brothers and dear sisters, പ്രിയ സഹോദരീ what സഹോദരന്മാരെ, you need is the presence of God in your life. നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രഥമമായും പ്രധാനമായും വേണ്ടത് ദൈവ സാന്നിധ്യമാണ്. You may be living in the midst of enemies. ഒരു പക്ഷേ നീ ജീവിക്കുന്നത്, നീ അധിവസിക്കുന്നത് ശത്രുവിന്റെ There പാളയത്തിനകത്തായിരിക്കാം. may not be anybody to favor you and show mercy to you. നിന്നോട് കരുണ കാണിക്കാൻ, നിന്നോട് പ്രീതി പറയുവാൻ ആരും തന്നെ ഇല്ലായിരിക്കാം. People may be willing to kill you and destroy you forever. നിന്നെ എന്നേക്കുമായി നശിപ്പിക്കുവാനും കൊല ചെയ്യുവാനുമായി ജനം തക്കം But let പാർത്തിരിക്കുകയായിരിക്കാം. me tell you a secret this morning. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു രഹസ്യം പറയട്ടെ. If God's presence is with you, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ if ഇരിക്കുന്നുവെങ്കിൽ, you can go with the presence of God, നിനക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ He കഴിയുന്നുവെങ്കിൽ, will make your enemy to show favor to you. നിന്റെ ശത്രുവിന് പോലും നിന്നോട് കരുണ കാണിക്കുവാൻ ദൈവം ഇടവരുത്തും. That's why when Moses was leading the Israelites, one day he prayed like this. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ടതിന് വേണ്ടി ഒരു ദിവസം മോശ പ്രാർത്ഥിച്ചത്. Lord, if your presence is not coming with us, don't send us. തിരു സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇല്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ എന്നാണ് So പ്രാർത്ഥിച്ചത്. Moses knew the importance of the presence of God. ദൈവ സാന്നിധ്യത്തിന്റെ പ്രാധാന്യം ഉള്ള അളവിൽ ഗ്രഹിച്ച വ്യക്തിയായിരുന്നു മോശ. So dear brothers and dear sisters, സഹോദരി when സഹോദരന്മാരെ, you walk out of your house, നീ നിന്റെ ഭവനം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ pray for the presence of God. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. Take God wherever you go. നീ പോകുന്നിടത്തൊക്കെ ദൈവവുമായുള്ള സഞ്ചാരത്തിൽ ഏർപ്പെടുക. In your school, നിന്റെ വിദ്യാലയത്തിൽ, in your college, നിന്റെ കലാശാലയിൽ, in your work area, നിന്റെ ജോലി സ്ഥലങ്ങളിൽ, in your business area, നിന്റെ വ്യാപാര മണ്ഡലങ്ങളിൽ, with your friend, with your friendship, നിന്റെ സുഹൃത്ത് വലയങ്ങളിൽ, wherever you go, നീ എവിടേക്കെല്ലാം കടന്നു make പോകുന്നുവോ, sure that God's presence is with you. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ പോരുന്നുവെന്ന് നീ ഉറപ്പുവരുത്തുക. If God's presence is with you, ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ He will bring favor from your നിന്റെ enemies. ശത്രുവിനെ പോലും അവൻ നിനക്ക് ഇണക്കി തരും. He can bring honey from the lion. അവൻ സിംഹത്തിൽ നിന്ന് നിനക്ക് തേനിനെ കൊണ്ടുവന്നു തരും. Hallelujah. Hallelujah. He can bring honey from the lion. സിംഹത്തിൽ നിന്നും അവൻ തേനിനെ In the പുറപ്പെടുവിക്കും. life of Samson, ശിംശോനെ കൊല്ലുവാനായി മുതിർന്ന സിംഹത്തെ later days, ചില from the ദിവസങ്ങൾക്ക് ശേഷം same land, അതേ സ്ഥലത്ത് he വെച്ച്, was able to enjoy honey. അതേ സ്ഥലത്ത് വെച്ച് തന്നെ അതേ അസ്ഥിപഞ്ജരത്തിൽ നിന്നും ശിംശോൻ തേനിനെ നുകർന്നു. God can bring honey from your enemy. നിന്റെ ശത്രുവിൽ നിന്നും ദൈവം നിനക്ക് നുകരുവാൻ തേനിനെ തരും. God will bring favor from your enemy. നിന്റെ ശത്രുവിനെ ദൈവം നിന്നോട് ഇണക്കി തരും. Esau, the brother who wanted to kill his younger brother Jacob, തന്റെ ഇളയ സഹോദരനായ യാക്കോബിനെ കൊല്ലുവാൻ തക്കം പാർത്തിരുന്ന ഏശാവ് now is welcoming him with the gifts and pleasure. ഇപ്പോൾ സന്തോഷത്തോടുകൂടെ സമ്മാനങ്ങളോടുകൂടെ തന്റെ സഹോദരനെ എതിരേൽക്കുകയാണ്. Now Moses will say like this: ഇപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം പറയുവാൻ if കഴിയും. God's favor is upon you, ദൈവത്തിന്റെ പ്രീതി നിന്റെ മേലുണ്ടെങ്കിൽ, God's presence is upon you, ദൈവ സാന്നിധ്യം നിന്റെ മേലുണ്ടെങ്കിൽ, oh, your enemies will show favor and mercy to you. നിന്റെ ശത്രു പോലും നിന്നോട് കരുണയും പ്രീതിയും കാണിക്കും. What else you need, but dear brothers and dear പ്രിയ sisters? സഹോദര സഹോദരി, ഇതിൽ കൂടുതൽ നിനക്ക് എന്താണ് Why വേണ്ടത്? are you afraid of your enemies now? ഇനിയും നീ എന്തിനാണ് നിന്റെ ശത്രുവിനെ കുറിച്ച് ഭാരപ്പെടുന്നത്? Because the Bible says, കാരണം തിരുവെഴുത്ത് പറയുന്നു, if his presence goes with you, അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോകുന്നുവെങ്കിൽ your enemies will bring blessing to you. നിന്റെ ശത്രു നിനക്കെതിരായി ഒന്നും തന്നെ ചെയ്യുകയില്ല. Your enemies will bring blessings to you. നിന്റെ ശത്രു നിനക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുവന്നു God തരും. will use them as a source of blessings into your life. നിന്റെ ജീവിതത്തിൽ നിന്റെ ശത്രുവിനെ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഉപാധിയായി ദൈവം രൂപാന്തരപ്പെടുത്തും. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Blessed be the name of Jesus. ദൈവനാമം God വാഴ്ത്തപ്പെടുമാറാകട്ടെ. used the enemies of Joseph as a stepping stone to the blessings that God has poured for him. ദൈവം യോസേഫിന് വേണ്ടി കരുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് വേണ്ടി ചവിട്ടുപടിയായി ദൈവം ഉപയോഗിച്ചത് യോസേഫിന്റെ ശത്രുവിനെ ആയിരുന്നു. You know, his own brothers became his enemies. തന്റെ സ്വന്തം സഹോദരന്മാരായിരുന്നു തനിക്ക് ശത്രുവായി പരിണമിച്ചത്. God used them as the stepping stones for the blessings that God has planned for Joseph. ദൈവം യോസേഫിനെ വേണ്ടി കരുതിയിരുന്ന അനുഗ്രഹങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം കരുതിയത് യോസേഫിന്റെ സഹോദരന്മാരെ ആയിരുന്നു. Whatever the enemy planned for the evil, God turned that around for the goodness of Joseph. ദൈവം ശത്രു യോസേഫിനെതിരായി ദോഷമായത് പഴിയായത് ദുഷിച്ചതെല്ലാം കരുതിയിരുന്നുവെങ്കിലും ദൈവം അത് അവനെല്ലാം നന്മയ്ക്കാക്കി തീർത്തു. Let me tell you something. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ദോഷത്തെ ഗുണമാക്കുന്ന ഒരു ദൈവമുണ്ട്. Whatever the enemy will do and plan and assign for the wickedness,
for the destruction of you, God will turn it around and use it as a stepping stone to the destiny what God has placed for you. ശത്രുവായവൻ നിനക്ക് ദോഷമായത് നിന്നെ നിർമൂലനാശം വരുത്തുവാനായി നിനക്ക് നാശം വിതയ്ക്കുവാനായി വിതച്ച സകല വിത്തുകളെയും നിന്റെ അഭിവൃദ്ധിക്കും നിന്റെ അനുഗ്രഹത്തിനും കാരണമാക്കി ദൈവം തീർക്കും. Secondly, രണ്ടാമതായി, if God's presence is with you, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ God will prepare a place in your enemy's territory. നിന്റെ ശത്രുവിന്റെ പാളയത്തിൽ പോലും ദൈവം നിനക്കൊരു ഇരിപ്പിടത്തെ ഒരുക്കി തരും. Blessed be the name of Jesus. ദൈവനാമം Turn വാഴ്ത്തപ്പെടുമാറാകട്ടെ. with me to Exodus chapter 2 verse 10. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നോട് കൂടെ വന്നാട്ടെ. There we read a place is prepared for Moses in the palace of Pharaoh. ഫറവോന്റെ കൊട്ടാരത്തിൽ തന്റെ ശത്രുവായ മോശയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ആവശ്യമായ ഒരു സ്ഥലത്തെ ദൈവം ഒരുക്കി The കൊടുക്കുകയാണ്. next 40 years you will see Moses in the territory of the enemy. അടുത്ത 40 വർഷം മോശയുടെ ജീവിതം വ്യാപരിക്കുന്നത് ശത്രുവിന്റെ പാളയത്തിനകത്താണ്. It is not a once for all incident. അതൊരിക്കലായി എന്നേക്കുമായി നടന്നൊരു പ്രതിഭാസമല്ല. It is a long time. അത് ദീർഘകാല പ്രക്രിയയുടെ In ഭാഗമായിരുന്നു. the first place you see that he has been rescued because of the presence of God. ആദ്യമായി ദൈവത്തിന്റെ കരം മോശയുടെ ജീവിതത്തിൽ കണ്ടത് വിടുവിക്കപ്പെടുന്ന ഒരു കരമായിട്ടായിരുന്നു. You know, because God's presence was over Moses, he was rescued from the danger. ആ അപകടത്തിൽ നിന്നും മോശയെ ദൈവം രക്ഷിച്ചത് വിടുവിക്കുന്ന ഒരു കരം കൊണ്ടായിരുന്നു. But now you see God is preparing a place in the enemy's territory. ഇപ്പോൾ ദൈവത്തിന്റെ കരം മോശയുടെ ജീവിതത്തിൽ നാം കാണുന്നത് ശത്രുവിന്റെ പാളയത്തിൽ തന്നെ പോഷിപ്പിക്കുന്ന കരമായിട്ടാണ്. He not only used the enemy to rescue Moses, തന്റെ ശത്രുവിന്റെ കരം കൊണ്ട് മോശയെ രക്ഷിക്കുക മാത്രമല്ല ദൈവം ചെയ്തത്. he used the enemy to raise Moses. അതേ കരങ്ങളെ കൊണ്ട് തന്നെ ഈ മോശയെ വളർത്തുവാൻ കൂടി ദൈവം അത് ഉപയോഗിച്ചു. The first thing you may see, or anybody can feel sympathy to a child. ഒരു പക്ഷേ ആദ്യത്തെ സംഭവം ഒരു പൈതലിനെ കാണുമ്പോൾ ആർക്കും തോന്നാവുന്ന ഒരു സഹതാപമായി നിങ്ങൾക്ക് You തോന്നിയേക്കാം. may say that, oh, anybody will feel sympathy to a crying child. ഒരു കരയുന്ന കുഞ്ഞിനോട് ആർക്കും തോന്നുന്ന ഒരു സഹതാപം എന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. But here is the second provision of the Lord. പക്ഷേ ദൈവത്തിന്റെ രണ്ടാമത്തെ പോഷിപ്പും നാം കാണുന്നു. Here, God is preparing a palace, a room in Pharaoh's palace for Moses. മോശയ്ക്ക് വേണ്ടി ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു മുറി തന്നെ ദൈവം ഒരുക്കുകയാണ്. That is not an accident. അതൊരിക്കലും യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. അവിചാരിതമായി സംഭവിച്ചതല്ല. That was designed by God. അത് ദൈവത്താൽ നിശ്ചയിച്ചുറപ്പിച്ച ഒരു സംഗതി തന്നെയാണ്. That was orchestrated by God. അത് ദൈവത്തിന്റെ നിശ്ചയപ്രകാരം സംഭവിച്ച ഒന്നാണ്. Live in your enemy's palace for 40 years. അടുത്ത 40 വർഷം നീ നിന്റെ ശത്രുവിന്റെ കൊട്ടാരത്തിൽ ജീവിക്കുക എന്നുള്ളത്. Dear brothers and dear sisters, സഹോദരന്മാരെ, what made Moses to stay over there? എന്താണ് അവിടെ തന്നെ തുടരുവാൻ മോശയെ പ്രാപ്തനാക്കിയത്? What made the Pharaoh to open a room for Moses? മോശയ്ക്ക് വേണ്ടി ഒരു മുറി തുറന്നു കൊടുക്കുവാൻ എന്താണ് ഫറവോനെ പ്രാപ്തനാക്കിയത്? The presence of God. ദൈവത്തിന്റെ സാന്നിധ്യം. The presence of God. ദൈവത്തിന്റെ നിതാന്ത So dear സാന്നിധ്യം. brothers and dear sisters, സഹോദരന്മാരെ, this morning what I want to share with you, ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് if the presence of God is with you, ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ it will not be a once in your lifetime. നിന്റെ ജീവിതത്തിൽ ആകസ്മികമായി ഒരിക്കൽ സംഭവിക്കുന്ന ഒന്നല്ല അത്. It will be a continued അത് process. നിന്റെ ജീവിതത്തിൽ ആഗമനമായി സംഭവിക്കുന്ന It will ഒന്നാണ്. be designed and orchestrated by അത് God നിനക്ക് വേണ്ടി മാത്രം ദൈവം നിശ്ചയിച്ചുറപ്പിച്ചൊരു പദ്ധതിയാണ്. for 40 years. അടുത്ത 40 വർഷം Moses lived like a prince in the palace of Pharaoh. തന്റെ ശത്രുവിന്റെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരൻ കണക്കെയാണ് മോശ വളർന്നത്. Blessed be the name of ദൈവനാമം Jesus. So വാഴ്ത്തപ്പെടുമാറാകട്ടെ. when God said to Joshua, ദൈവം യോശുവയോട് ഇത് പറയുമ്പോൾ, as I was with ഞാൻ Moses, മോശയോട് കൂടെ ഇരുന്നത് പോലെ I will be with ഞാൻ you. നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ Joshua remembered God's provision in the life of Moses. മോശയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പോഷിപ്പിന്റെ കരം വ്യക്തമായി യോശുവ ചിന്തിച്ചു. Joshua remembered how God prepared a place in the palace of the enemy's territory. ശത്രുവിന്റെ കൊട്ടാരത്തിൽ തന്റെ ഗുരുവിന് വേണ്ടി ദൈവം എങ്ങനെ ഒരു വാസസ്ഥലത്തെ ഒരുക്കിയെന്ന് യോശുവ ചിന്തിച്ചു. Blessed be the name of Jesus. ദൈവനാമം This വാഴ്ത്തപ്പെടുമാറാകട്ടെ. morning let me tell you, dear brothers and dear sisters, ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. if you can keep the presence of God in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുവെങ്കിൽ, if you can keep the presence of God in your life, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, you will have God's provision throughout your life. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ പോഷിപ്പും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ Even കഴിയും. if you have to live in the enemy's palace, ഒരുപക്ഷേ നിങ്ങൾ ജീവിക്കുന്നത് ശത്രുവിന്റെ കൊട്ടാരത്തിലാണെങ്കിൽ even പോലും, if you have to live in enemy's territory, ശത്രുവിന്റെ ദേശത്തിലാണ് ഒരുപക്ഷേ നിങ്ങൾ അധിവസിക്കുന്നതെങ്കിൽ പോലും, God will allow you to live like a prince in that territory. ആ ദേശത്ത് പോലും ഒരു രാജകുമാരൻ
കണക്കെ രാജകുമാരി കണക്കെ നിങ്ങളെ ജീവിക്കുവാൻ ദൈവം അനുവദിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ശത്രുവിന്റെ കൊട്ടാരത്തിലാണ് നീ പാർക്കുന്നെങ്കിലും ഒളിച്ചു പാർക്കേണ്ടി വരത്തില്ല. ഒരു രാജകുമാരനെ പോലെ അവന്റെ അകമ്പടിയോടുകൂടെ ജീവിക്കുവാൻ ദൈവം നിന്നെ സഹായിപ്പാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Moses lived like a prince in the Pharaoh's palace. ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരൻ എന്ന വണ്ണമാണ് മോശ ജീവിച്ചത്. Moses was not living a hiding life over there. ഒരു ഒളിഞ്ഞ ജീവിതമായിരുന്നില്ല മോശയ്ക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു ഒളിച്ചു പാർക്കലല്ല. ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരിന് യോഗ്യമാവണ്ണം അതിന്റെ മഹത്വത്തോടെ പ്രതാപത്തോടെ ജീവിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. Wherever you go, if you can keep the presence of God and take the presence of God, you can live like a prince. നിങ്ങളുടെ ജീവിതത്തിന്റെ നാൾ വഴികളിൽ എവിടെയൊക്കെ പോകുന്നുവോ ദൈവ സാന്നിധ്യം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ദൈവ സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾക്ക് പോകുവാൻ കഴിയുന്നുവെങ്കിൽ ഒരു രാജകുമാരൻ എന്ന വണ്ണം നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. Hallelujah. Hallelujah. Thirdly, മൂന്നാമതായി let's ask Moses. നമുക്ക് മോശയോട് ചോദിക്കാം. Moses, can you tell us a little bit more about God's presence in your life? നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെ കുറിച്ച് കുറെ കൂടി ആഴത്തിൽ ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? What else you have to share to us? ഞങ്ങളോട് അത്രമാത്രം ആഴത്തിൽ നിനക്ക് പങ്കുവയ്ക്കുവാൻ കഴിയും. What else? ഇനി എന്തുകൂടെ നിനക്ക് പങ്കുവയ്ക്കുവാൻ കഴിയും? What else you have to tell about God's presence? ദൈവ സാന്നിധ്യത്തെ കുറിച്ച് ഇനിയും കൂടുതലായി നിനക്ക് എന്ത് ഞങ്ങളോട് പറയുവാൻ കഴിയും? Because the God already told me that as I was with Moses that I will be with you. കാരണം ദൈവത്തിനോടകം എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. So I would like to know how God was with you. അതുകൊണ്ട് തന്നെ മോശയോട് കൂടെ ദൈവ സാന്നിധ്യം എങ്ങനെ പരിവർത്തിച്ചു എന്നറിയേണ്ടത് എൻ്റെ ആവശ്യമാണ്. Moses is so excited now. ഇപ്പോൾ മോശ അങ്ങേയറ്റം ആവേശഭരിതനാണ്. Moses is saying like this. മോശ ഇങ്ങനെയാണ് പറയുക. Joshua, let me tell you something. ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ. If God's presence is with you, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ the rejected will become the accepted one. നിന്നെ തള്ളിക്കളഞ്ഞവർ ഒരു നാൾ നിന്നെ ചേർത്തുകൊള്ളും. The rejected will become the accepted one. നിന്നെ തള്ളിക്കളഞ്ഞവർ ഒരു നാൾ നിന്നെ ചേർത്തുകൊള്ളും. In Exodus chapter 2 verse 14 we read, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. The Israelites asked Moses like this. ഇസ്രായേൽ ജനം മോശയോട് ഇങ്ങനെയാണ് പറഞ്ഞത്. Turn with me Exodus chapter 2. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് എന്നോട് കൂടെ തിരിഞ്ഞാട്ടെ. Verse 14. 14-ാമത്തെ വാക്യത്തിൽ. And the Israelites asked him a question like this. The Israelites asked a question like this. ഇസ്രായേൽ ജനം അവരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. Who made you a ruler and a judge over us? നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയുമാക്കിയവൻ ആര്? Are you thinking of killing me as you killed the Egyptian? മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ? When Moses heard this, മോശ ഇത് കേട്ടപ്പോൾ he was afraid. അവൻ പേടിച്ചു പോയി. And he fled from that land. ആ ദേശം വിട്ട് അവൻ ഓടിപ്പോയി. Moses here went to help his own brothers. Moses went to help his own brothers. മോശ കടന്നുപോയി തന്റെ സഹോദരങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ്. Then his own brothers rejected him. താൻ ആരെ സഹായിക്കുവാനായി കടന്നുപോയോ അതേ സഹോദരങ്ങൾ തന്നെ മോശയെ തള്ളിക്കളയുന്നു. They rejected him. അവർ അവനെ തള്ളിക്കളയുന്നു. Because of that rejection he had to run away from that place. അവർ അവനെ തള്ളിക്കളഞ്ഞത് നിമിത്തമാണ് അവൻ മിദ്യാനിലേക്ക് ഓടിപ്പോയത്. But when God's presence came upon Moses, പക്ഷേ മോശയുടെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യം കടന്നു വന്നപ്പോൾ Moses had the encounter of God. ദൈവവുമായ ഒരു അഭിമുഖം മോശയുടെ ജീവിതത്തിൽ വന്നപ്പോൾ when Moses carried the anointing and the presence of God, ആ അഭിമുഖത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് അഭിഷേകം ഉൾക്കൊണ്ട് മോശ തിരിച്ചു വന്നപ്പോൾ turn with me to Exodus chapter 4 verse 31. എന്നോട് കൂടെ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ there people bow down before him. അവിടെ നാം കാണുന്നത് തള്ളിക്കളഞ്ഞ ജനം അവന്റെ മുമ്പാകെ നമസ്കരിക്കുന്നതാണ്. They bowed their heads and worshipped Moses. അവർ അവിടെ തലകളെ കുമ്പിട്ട് അവനെ നമസ്കരിക്കുന്നതാണ് നാം കാണുന്നത്. They bowed their heads and worshipped Moses. അവർ തലകളെ കുമ്പിട്ട് അവനെ നമസ്കരിക്കുന്നു. The one who was rejected and fled from his own people. ഒരിക്കൽ തള്ളിക്കളഞ്ഞ് തനിക്ക് അവിടെ നിന്നും ഓടി പോരേണ്ട സന്ദർഭം ഉണ്ടായിരുന്നു. Now accepted. ഇപ്പോൾ തള്ളിക്കളഞ്ഞ അവർ തന്നെ അവനെ ചേർത്തുകൊള്ളുന്നു. Now we are accepted. ഇപ്പോൾ അവർ അവനെ സ്വീകരിക്കുന്നു. Let me quote a Bible verse over here. ഞാൻ ഇവിടെ വേദവാക്യം കൂടി ഉദ്ധരിക്കട്ടെ. The rejected stone has become the cornerstone. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. The rejected one has become the cornerstone. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി The തീർന്നിരിക്കുന്നു. rejected one has become the capstone. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. Why? എന്തുകൊണ്ട്? The presence of God was with Moses. ദൈവ സാന്നിധ്യം മോശയോട് കൂടെ ഇരുന്നതുകൊണ്ട്. Dear brothers and dear sisters,
സഹോദരി സഹോദരന്മാരെ, now you may be in a rejected position. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തള്ളപ്പെട്ട You may be അവസ്ഥയിലായിരിക്കാം. in a rejected condition. നിങ്ങൾ ഒരു പക്ഷേ തള്ളപ്പെട്ട പരിതസ്ഥിതിയിലായിരിക്കാം. By your friends, നിങ്ങളുടെ കൂട്ടുകാരാൽ, by your family, നിങ്ങളുടെ ചാർച്ചക്കാരാൽ, by your relatives. നിങ്ങളുടെ ബന്ധുക്കളാൽ. You may be just like Moses. നിങ്ങൾ ഒരു പക്ഷേ മോശയ്ക്ക് തുല്യമായിരിക്കാം. You may not want to show you are still alive. നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുവാൻ പോലും പറ്റാത്ത You may be അവസ്ഥയിലായിരിക്കാം. living in shame. നിങ്ങൾ നിന്നയിലകപ്പെട്ടിരിക്കാം. You wanted to help your brothers. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരുടെ സഹായം ആവശ്യമായിരിക്കും. You wanted to help your brothers. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കുവാൻ നിങ്ങൾ They have താല്പര്യമായിരിക്കും. rejected you. പക്ഷേ അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞു. Disowned you. അവർ നിങ്ങളെ അപമാനിച്ചു. You are just like a rejected stone. ഇപ്പോൾ നീ തള്ളിക്കളഞ്ഞ കല്ലിന് തുല്യമായിരിക്കുന്നു. But in chapter 4, പക്ഷേ 4-ാം അധ്യായത്തിലേക്ക് verse വരുമ്പോൾ 31, 31-ാം we വാക്യത്തിലേക്ക് read വരുമ്പോൾ like നാം this. ഇങ്ങനെയാണ് വായിക്കുന്നത്. With the same brothers, തന്നെ തള്ളിക്കളഞ്ഞ അതേ സഹോദരങ്ങൾ, the same brothers അതേ സഹോദരങ്ങൾ looked upon him അവന് നേരെ നോക്കി, and bowed their heads and worshipped him. അവന് മുമ്പാകെ തലകളെ കുമ്പിട്ട് നമസ്കരിച്ചു. Why? എന്തുകൊണ്ട്? God's presence was with Moses. ദൈവ സാന്നിധ്യം മോശയോട് കൂടെ ഇരുന്നിരുന്നു. God's presence was with Moses. ദൈവ സാന്നിധ്യം മോശയോട് കൂടെ Dear ഇരുന്നിരുന്നു. brothers and dear പ്രിയ sisters, സഹോദരി when സഹോദരന്മാരെ, people understood that God's anointing and the presence was upon Moses, ദൈവ സാന്നിധ്യത്താൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം മോശെ അഭിഷേകം ചെയ്തു എന്ന് ജനം തിരിച്ചറിഞ്ഞപ്പോൾ, when they saw the signs and wonders done by Moses, മോശയുടെ കരങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുവെന്ന് ജനം അറിഞ്ഞപ്പോൾ, when they saw the presence of God with Moses, ദൈവ സാന്നിധ്യം മോശയോട് കൂടെ ഉണ്ടെന്ന് ജനം കണ്ടപ്പോൾ, the rejected one തള്ളിക്കളഞ്ഞ അതേ became ജനക്കൂട്ടം worthy of worship. അവർക്ക് തള്ളിക്കളഞ്ഞവനെ ആരാധിക്കുവാൻ യോഗ്യനാക്കി തീർത്തു. അത് തള്ളിക്കളയപ്പെട്ടവൻ ആരാധ്യനായി മാറി. Amen. The rejected one became worthy of worship. തള്ളിക്കളഞ്ഞവൻ ആരാധനയ്ക്ക് യോഗ്യനായി തീർന്നു. And this morning I prophesy over some of you. ഇന്ന് പകൽക്കാലം പ്രവചനാത്മാവിൽ ഞാൻ ചിലത് നിങ്ങളോട് പറയട്ടെ. Lord, you are going to be honored by your own people. നിങ്ങളുടെ സ്വന്തക്കാരാൽ നിങ്ങൾ മാനിക്കപ്പെടുവാൻ You are പോകുകയാണ്. going to be accepted. നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരാൽ They സ്വീകരിക്കപ്പെടുവാൻ will call പോകുകയാണ്. you for decisions. They will call you and seek your counsel to make decisions. അവരുടെ ജീവിതത്തിലെ ഒരു തീരുമാനം എടുക്കേണ്ടതിനും ഒരു ഉപദേശത്തിനും വേണ്ടി അവർ നിങ്ങളെ വിളിക്കുന്ന നാളുകൾ ആസന്നമായിരിക്കുന്നു. You are the one going to help those people. അത്തരം പ്രതിസന്ധിയിൽ അവരെ സഹായിക്കുവാനായി പോകുന്നവർ You are നിങ്ങളായിരിക്കും. the one who is going to feed those people. അത്തരം ജനങ്ങളെ പോഷിപ്പിക്കുന്നവർ You നിങ്ങളായിരിക്കും. are the one going to lead them from darkness into light. അന്ധകാരത്തിൽ നിന്നും അവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ നിയോഗിക്കപ്പെട്ടത് നിങ്ങളായിരിക്കും. You will be the one who will set them from slavery. അവരുടെ അടിമത്തത്തിൽ നിന്നും മോചിക്കുവാനായി നിയോഗിക്കപ്പെട്ടത് നിങ്ങളായിരിക്കും. Dear brothers and dear sisters, സഹോദരി സഹോദരന്മാരെ, Moses has a wonderful testimony to share with us. നമ്മളോട് പങ്കുവെക്കുവാനായി മോശയ്ക്ക് അതിശയകരമായ ഒരു സാക്ഷ്യമുണ്ട്. Moses has a wonderful testimony to share to the next generation. അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനായി അതിശയകരമായ ഒരു സാക്ഷ്യം മോശയ്ക്കുണ്ട്. God's presence is with you. ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. Oh, the rejected one will be accepted. അങ്ങനെ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ തള്ളപ്പെട്ടവർ നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. Hallelujah. 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 Now Joshua understood what it really means when God said, as I was with Moses, that I will be with you. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് ദൈവം യോശുവയോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ യോശുവയ്ക്ക് അതിന്റെ ഉള്ളാർത്ഥത്തിൽ മനസ്സിലാവുവാൻ സാധിച്ചു. Lord, that's enough for me. കർത്താവേ, എനിക്ക് അതും മതി കർത്താവേ. There was a time even in the life of Joshua that people wanted to throw stone and kill him. യോശുവയുടെ ജീവിതത്തിലും ജനക്കൂട്ടം ഒന്നാകെ അവനെതിരെ കല്ലെറിഞ്ഞവനെ അപായപ്പെടുത്തുവാൻ നോക്കിയ സന്ദർഭം ഉണ്ടായിരുന്നു. When he came from the promised land and gave a good report to the people, by God's grace we can occupy that, people became mad at him and wanted to kill him. വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാൻ പോയ യോശുവ തിരിച്ചു വന്ന് ജനക്കൂട്ടത്തോട് നല്ല വർത്തമാനം പറയുവാൻ ഒരുങ്ങിയപ്പോൾ നീ ഭ്രാന്താണ് പറയുന്നതെന്ന് പറഞ്ഞ് തന്നോട് കല്ലെറിയുവാൻ വന്നൊരു അവസരം യോശുവയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. But in the book of Joshua, പക്ഷേ യോശുവയുടെ പുസ്തകത്തിൽ the same people അതേ ജനം who wanted to reject him and stone him, തന്നെ തള്ളിക്കളഞ്ഞ തനിക്കെതിരെ കല്ലെറിയുവാനായി കല്ലുകൾ കൈകളിൽ എടുത്ത ജനം says to Joshua like this, യോശുവയോട് ഇങ്ങനെയാണ് പറയുന്നത്, as we obeyed Moses, we will obey you. ഞങ്ങൾ മോശയെ അനുസരിച്ചതുപോലെ നിന്നെയും സകലത്തിലും അനുസരിക്കും. What was the difference over here? എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം അവിടെ സംഭവിച്ചത്? See the presence of God in their life. അവന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ജനം കണ്ടു. This morning I taught you 3 points. ഇന്ന് പകൽക്കാലം ഞാൻ 3 കാര്യങ്ങളെ നിങ്ങളെ If പഠിപ്പിച്ചു. God's presence is with you, ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ you will have favor even before your enemies. ശത്രുവിന്റെ കണ്ണിൽ പോലും നിങ്ങൾക്ക് പ്രീതി ലഭിക്കും. Secondly, രണ്ടാമതായി if God's presence is with you, ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ He will prepare a place in the enemy's palace. ശത്രുവിന്റെ കൊട്ടാരത്തിലും അവൻ നിങ്ങളെ മേശയൊരുക്കി മാനിക്കും. And thirdly, മൂന്നാമതായി if God's presence is with you, ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ the rejected will
become the accepted one. തള്ളിക്കളഞ്ഞവർ തന്നെ ഒരു നാൾ നിങ്ങളെ സ്വീകരിക്കും. God willing, we will continue to meditate upon this passage next Sunday. ദൈവം അനുവദിച്ചാൽ നാം ഈ വേദഭാഗത്തു നിന്ന് തന്നെ അടുത്ത ഞായറാഴ്ചയും ചിന്തനം ചെയ്യും. But this 3 is more than enough to live this week. ഈ ഒരാഴ്ച വട്ടക്കാലം ജീവിക്കാൻ ഈ 3 മതിയെ. For the rest of our life. നമ്മുടെ ജീവിതകാലം മുഴുവനും. Maybe some of you will never come to this church for the rest of your life. കാരണം ഒരുപക്ഷേ ഇനി അടുത്ത നാളുകൾ ഒരിക്കലും കടന്നു വരാത്ത ആളുകൾ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. But remember these 3 promises of God. ദൈവത്തിന്റെ ഈ 3 വാഗ്ദത്തങ്ങളെ മാത്രം ഓർക്കുക. As I was with Moses, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. And now Moses says, അപ്പോൾ മോശ പറയുകയാണ്, because God was with me, ദൈവം എന്നോട് കൂടെ ഇരുന്നതിനാൽ I found favor before the enemy. എൻ്റെ ശത്രുവിന്റെ കണ്ണിൽ എനിക്ക് പ്രീതി സമ്പാദിക്കുവാൻ As ഇടവന്നു. God was with me, ദൈവം എന്നോട് കൂടെ ഇരുന്നിരുന്നു. as his presence was upon me, അവന്റെ സാന്നിധ്യം എൻ്റെ മേൽ ഉണ്ടായിരുന്നതിനാൽ I got a secure place in my enemy's palace. എൻ്റെ ശത്രുവിന്റെ കൊട്ടാരത്തിൽ പോലും സുരക്ഷിതമായ ഒരു സ്ഥലം എനിക്ക് ലഭിച്ചു. And thirdly, because his presence was upon me, അവന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഇരുന്നതിനാൽ I was rejected once ഞാൻ ഒരിക്കൽ തള്ളപ്പെട്ടവനായിരുന്നു. by my own people, എൻ്റെ സ്വന്തം ജനങ്ങളാൽ, my own family, എൻ്റെ സ്വന്തം കുടുംബത്താൽ, my own mother, എൻ്റെ സ്വന്തം അമ്മയാൽ, all the rest of my community, എൻ്റെ മുഴു സമൂഹത്താലും, by my own people who trained me and raised me. എന്നെ വളർത്തിയെടുത്ത എൻ്റെ ജനക്കൂട്ടം തന്നെ, they also rejected me. അവരും എന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞു. But now, എന്നാൽ ഇപ്പോൾ when God's presence came upon my life, ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി when I വന്നപ്പോൾ, had that encounter with God, എനിക്ക് ദൈവവുമായി ഒരു അഭിമുഖം കൈവന്നപ്പോൾ, when I was willing to obey the word of God, ദൈവത്തിന്റെ വചനത്തിന് ഞാൻ എന്നെ തന്നെ അനുസരണം കൊണ്ട് മറുപടി പറഞ്ഞപ്പോൾ, when I submitted to the mission of God, ദൈവത്തിന്റെ ദൗത്യത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തി കൊടുത്തപ്പോൾ, the rejected one, എന്നെ തള്ളിക്കളഞ്ഞവർ accepted me. എന്നെ സ്വീകരിച്ചു. The rejected stone has become the cornerstone. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, God is going to do that in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് തന്നെ ചെയ്യും. What else you need? നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? It's better to trust in God rather than in men. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. Put your trust in God. നിങ്ങളുടെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ. Always. എല്ലായ്പ്പോഴും. Keep his presence in your life. നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യത്തെ കാത്തു സൂക്ഷിക്കുക. He will honor you. അവൻ നിങ്ങളെ ആദരിക്കും. He will protect you. അവൻ നിങ്ങളെ സൂക്ഷിക്കും. He will provide everything. അവൻ നിങ്ങൾക്ക് വേണ്ട സകലതും തരും. And the rejected one will become the accepted one. നിങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞവർ നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. What else you need? ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? What else you need in this ഇതിൽ world? കൂടുതലായി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? Hallelujah. Hallelujah. So let's serve him throughout our life. നിങ്ങളുടെ ജീവിതത്തിന്റെ ശിഷ്ടായുസ് മുഴുവനും പരമാർത്ഥ ഹൃദയത്തോടെ അവനെ സേവിപ്പിൻ. Lord, കർത്താവേ, what I need is your presence in my life. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് അങ്ങയുടെ സാന്നിധ്യം മാത്രമാണ്. Anything that takes away your presence of God, I am willing to reject this morning. നിന്റെ സാന്നിധ്യത്തെ എന്നിൽ നിന്ന് എടുത്തു കളയുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ അതിനോട് യാത്ര പറയുന്നു. Lord, I am willing to reject those things. അത്തരം കാര്യങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. Everything that will take away your presence of God from my life. എൻ്റെ ജീവിതത്തിൽ നിന്നും അങ്ങയുടെ സാന്നിധ്യത്തെ എടുത്തു കളയുന്ന സകലത്തോട് ഞാൻ യാത്ര പറയുന്നു. Anything that takes away your anointing from my life. എൻ്റെ ജീവിതത്തിൽ നിന്നും അങ്ങയുടെ അഭിഷേകത്തെ കെടുത്തി കളയുന്ന സകലത്തിനോട്, everything, സകലത്തിനോട് I say goodbye. ഞാൻ അവരോട് യാത്ര പറയുന്നു. And I have decided to follow you. അങ്ങയെ പിൻപറ്റുവാൻ ഞാൻ തീരുമാനിച്ചു. I have decided to live in your presence. അങ്ങയുടെ സാന്നിധ്യത്തിൽ അഭിരമിക്കുവാൻ ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. Lord, that's my desire. കർത്താവേ, അതെന്റെ ഹൃദയത്തിന്റെ I വാഞ്ചയാണ്. need your presence. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. Your presence is more than enough. എൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും എനിക്ക് ആവശ്യമാണ്. In your presence there is fullness of joy. അങ്ങയുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ടല്ലോ. In your presence there is peace. അങ്ങയുടെ സാന്നിധ്യത്തിൽ സമാധാനമുണ്ടല്ലോ. In your presence I have everything what I needed. എനിക്ക് വേണ്ട സകലതും അങ്ങയുടെ സാന്നിധ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. I have decided അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു to follow you. അങ്ങയെ പിൻപറ്റുവാൻ. To follow you. അങ്ങയെ പിൻപറ്റുവാൻ.